ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1192 ആണ്ട് മകരമാസം 7-ാം തീയതി, അതായത് 2017 ജനുവരി മാസം 20-ാം തീയതി. ഇന്ന് വെള്ളിയാഴ്ചയാണ്. നക്ഷത്രം ചോതിയാണ്. അപ്പോൾ അതുപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുകയും ഒപ്പം പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് തന്നെ ഒട്ടനവധി പേരുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ മാറ്റിക്കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വെളിച്ചം പകർന്നു കൊടുത്ത നമ്മുടെ പ്രിയങ്കരനായ ഗുരുനാഥൻ സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയെ വളരെ സ്നേഹാദരങ്ങളോടെ ഇന്നത്തെ നമ്മുടെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്തേ. ഇന്നത്തെ കത്തിലേക്ക് ശ്രീമാൻ ഡോക്ടർ ശർമാജി മീനു ഗുജറാത്തിൽ നിന്നും എഴുതുന്നു. വിവാഹം കഴിഞ്ഞ 6 മാസമായപ്പോൾ ഭർത്താവിൻ്റെ മദ്യപാനം, ചീത്ത കൂട്ടുകെട്ട് എന്നിവ കാരണം ഡിവോഴ്സായി. ദോഷജാതകമെന്നും പുനർവിവാഹ യോഗമില്ല എന്നും പല ജ്യോതിഷന്മാരും പറയുന്നു. ഗ്രഹനില പരിശോധിച്ച പുനർവിവാഹ സാധ്യതയുണ്ടോ എന്നും നല്ല ബന്ധം കിട്ടുവാൻ വേണ്ട നിർദ്ദേശങ്ങളും പ്രതീക്ഷിക്കുന്നു. മീനലഗ്നമാണ്. മീനലഗ്നവും ശുക്രൻ എന്ന ദാമ്പത്യ കളത്ര ഭോഗകാരകൻ കന്നിരാശിയിൽ നീചത്വം പ്രാപിച്ച് നിൽക്കുന്ന ഒരു ജാതകമാണ്. ആ രാശിയിൽ തന്നെ വ്യാഴഗ്രഹങ്ങൾ നിൽക്കുന്നതിനാൽ ദിഗ്രഹ അല്ലെങ്കിൽ ഗുരുശുക്ര പരമയോഗം എന്ന് പറയുന്ന ഒരു യോഗമാണ് ജാതകത്തിലുള്ളത്. ശുക്രനെ കൊണ്ട് ഏതെങ്കിലും ഒരു ദാമ്പത്യ ബന്ധം കലുഷിതമാകുവാനും സുനാമിയാകുവാനും അത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അത് ബന്ധം വേർപെടുത്തി മുന്നോട്ട് പോകുവാനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുമ്പോൾ 2016 ആഗസ്റ്റ് മാസം മുതൽ 2017 ആഗസ്റ്റ് മാസത്തിന് ഉള്ളേ അതേ രാശിയിൽ തന്നെ വ്യാഴഗ്രഹം എന്ന സർവേശ്വരകാരകനും സർവഗ്രഹങ്ങൾക്കും അതീതമായി ശക്തിയുള്ളതും സകല ഗ്രഹങ്ങളെയും ദോഷഫലങ്ങളെയും ക്രമീകരിക്കാനും ദോഷങ്ങൾ അകറ്റാനും കെൽപ്പുള്ളതുമായ വ്യാഴഗ്രഹം അല്ലെങ്കിൽ ബൃഹസ്പതി എന്ന് പറയുന്ന ആ ഗ്രഹം കന്നിരാശിയിൽ നിൽക്കുകയാൽ ഈ രാശിക്കാർക്ക്, പ്രത്യേകിച്ച് മീനരത്നക്കാർക്ക് 2016 ആഗസ്റ്റ് മുതൽ 2017 ആഗസ്റ്റിന് ഉള്ളേ അവിവാഹിതർക്കാണെങ്കിൽ പോലും വിവാഹാദി മംഗളകർമ്മസിദ്ധിയും ഗുരുശുക്രന്മാർ കന്നിരാശിയിൽ നിൽക്കുന്നതിനാൽ 2 വിവാഹകർമ്മം ഉണ്ട്. അതായത് പുനർഭൂയോഗം ഉള്ള ഒരു ജാതകമാണ് മീനുവിൻ്റേത്. അതുകൊണ്ട് പുനർവിവാഹ യോഗം ഉണ്ട് എന്ന് അസന്ദിഗ്ധമായിട്ട് പറയാം. ആ ദോഷഗ്രഹത്തെ സപ്പോർട്ട് ചെയ്യുന്നതല്ല വ്യാഴഗ്രഹം. ആ ദോഷഗ്രഹത്തെ അത് മാറ്റിയിട്ട് നല്ലൊരു വിവാഹബന്ധം വരുവാനും ഏതെങ്കിലും എഡ്യൂക്കേഷൻ സംബന്ധമായ വകുപ്പോ എഡ്യൂക്കേഷൻ സംബന്ധമായി കൈകാര്യം ചെയ്യുന്ന ഒരു ഭർത്താവോ ആയിരിക്കാം അടുത്ത് വരുന്നത്. ആ വിവാഹബന്ധം നല്ല നിലയിൽ പോകുന്നതിനും മദ്യപാനം, പുകവലി, ചീട്ടുകളി മുതലായിട്ടുള്ള ദുർബുദ്ധികളൊന്നും ഇല്ലാതെ മാതൃകാപുരുഷനാവാൻ തന്നെയുള്ള സാധ്യതയാണ് കാണുന്നത്. ഒരു പ്രകാരത്തിൽ മദ്യപാനിയും അതുപോലെ തന്നെ ചീത്ത ബന്ധങ്ങളും ആയിരിക്കവേ അതിന് നേരെ വിപരീതമായ ഘടകവിരുദ്ധമായ ഒരു ബന്ധം ഉണ്ടാകുവാനാണ് ഇനി സാധ്യതയുള്ളത്. അപ്പോൾ ആ സാധ്യതയ്ക്ക് ഒപ്പം പരിശ്രമവും അതുപോലെ തന്നെ ദോഷഗ്രഹങ്ങൾക്ക് പരിഹാരങ്ങളും ചെയ്തു വരുന്ന പക്ഷം 2017 ആഗസ്റ്റിന് ഉള്ളിലായി പുനർവിവാഹം നടക്കുവാനുള്ള യോഗവും ഉദ്യോഗമില്ലെങ്കിൽ ഉദ്യോഗം ലഭിക്കുവാനുള്ള യോഗവും പുതുഗ്രഹമോ ഗ്രഹം പുതുക്കുവാനോ അധീനതയിൽ വരുവാനോ പുതുവാസസ്ഥലമോ പുതിയ ബന്ധുത്വമോ ഉണ്ടാകുവാനും ഈ ലഗ്നക്കാർക്ക് സാധ്യതയുണ്ട്. ആയതിനാൽ ദോഷപരിഹാരാർത്ഥം വെള്ളിയാഴ്ച ദിവസം ഒരു സെലക്ട് ചെയ്തിട്ട് പേരും നക്ഷത്രവും ചേർത്ത് ഹിമകുന്ദമണാലാഭം ദൈത്യാനം പരമങ്കുരും സർവശാസ്ത്രപ്രവക്താരം ഭാഗവം പ്രണമാമ്യഹം. ശുക്രനെ ദോഷപരിഹാരങ്ങൾ ചെയ്യുന്ന വെള്ളിയാഴ്ച ദിവസം പേരും നക്ഷത്രവും ചേർത്ത് ശുക്രൻ്റെ പത്മമിട്ട് ജലഗന്ധ പുഷ്പ ധൂപദീപ ജലാന്തം, ജലത്തിൻ്റെ പ്രതീകമായി വെള്ളവും ഭൂമിയുടെ പ്രതീകമായ ചന്ദനവും ആകാശത്തിൻ്റെ പ്രതീകമായ പുഷ്പവും ഓക്സിജൻ്റെ പ്രതീകമായ ധൂപവും ദീപത്തിൻ്റെ പതാകമായ വെട്ടവും പ്രകാശവും കൊടുത്ത് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹത്തെ സന്തോഷിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചനസന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം ഗുരും പ്രണതോസ്മഹം, ഗുരുവിനെ മഹാവിഷ്ണുവിനെ
ബൃഹസ്പതിയെ പ്രീതിപ്പിക്കുന്നതായ ബൃഹസ്പതി സ്തോത്രങ്ങളും വ്യാഴാഴ്ച തോറും, അതായത് 8 വ്യാഴാഴ്ച 8 വെള്ളിയാഴ്ചയും ദോഷകാഠിന്യങ്ങൾ മാറി ഗുണഫലങ്ങൾ ലഭിക്കുന്നതിനും പുനർവിവാഹ യോഗം കാണുന്നതിനാൽ പുനർവിവാഹ ലബ്ധിക്കും അടുത്തതെങ്കിലും നല്ല ബന്ധങ്ങൾ വന്ന് അത് സന്തോഷകരമായ ജീവിതം മുന്നോട്ട് പോകുന്നതിനും ഒക്കെ ഈ പ്രതിവിധികൾ ചെയ്യാം. മഞ്ഞപ്പുഷ്യരാഗരത്നം ഇടത്തെ ചൂണ്ടുവിരലിൽ സ്ഥിരമായി ധരിക്കുന്നത് നല്ലതാണ്. കഴിഞ്ഞ ബന്ധങ്ങൾ ക്ലേശകരമായത് പോട്ടെ, പുതിയ ബന്ധങ്ങൾ കാതുകുത്തിയവൻ പോയാൽ കടുക്കനിട്ടവൻ വരും എന്ന് പറഞ്ഞതുപോലെ നല്ല ബന്ധങ്ങൾ വരാനുള്ള സാധ്യതകൾ ആണ് കിടക്കുന്നത്. പ്രത്യേകിച്ചും മാർച്ച് ഏപ്രിൽ മുതൽ ഈ യോഗം ആരംഭിക്കും. നന്മയുണ്ടാകാനുള്ള എല്ലാ സാധ്യതയും, പുനർവിവാഹം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഈ ദോഷപരിഹാരം ഉടൻ തന്നെ ചെയ്തോളുക. ജ്യോതിഷപംക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. ദേവാമൃതം